രാവിലെ കിച്ചൺ ഏരിയയിൽ വൈറ്റ് കാർഡ്സായിട്ട് വന്നവരൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അനീഷ് കിച്ചൺ ഏരിയയുടെ ഫ്രണ്ടിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പുറകെ കൈയും കെട്ടി നടക്കുകയാണ്. അപ്പോൾ അനീഷിനോർത്ത് ഇവരെ ഒന്ന് ചൊറിയാമെന്നോർത്ത് അനീഷ് ഉടനെ ബിഗ് ബോസിനോട് പറയണം, ബിഗ് ബോസേ എന്തിനാണ് ഈ നട്ടലില്ലാത്ത 5 പേരെ കൊണ്ടുവന്നത്? കളി അറിയാവുന്ന 5 പേരെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് കളിയും അറിയത്തില്ല, പുറത്തിരുന്ന് ലൈവ് കണ്ടിട്ട് അതിനെക്കുറിച്ച് ഇതിനകത്ത് വന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്ന 5 പേരാണ് വെറും വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മസ്താനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മസ്താനി പറഞ്ഞ് നട്ടലുണ്ടായിരുന്നെങ്കിൽ ഡൈവോഴ്സ് ചെയ്യുമായിരുന്നു, നിങ്ങൾ നട്ടലില്ലാത്തതുകൊണ്ടല്ലേ വൈഫിനെ ഒഴിഞ്ഞതെന്ന് പറയുന്നു. അപ്പം അനീഷന് ഓഹോ അപ്പോൾ എൻ്റെ കുടുംബകാര്യമൊക്കെ അറിയാം, എങ്കിൽ ഞാൻ ജനിച്ചപ്പോൾ തൊട്ടുള്ള കാര്യം പറയുന്നു. ഉടനെ ഇത് ജിഷിൻ ഏറ്റെടുക്കുന്നു. ജിഷിൻ പറയുന്നത് നിങ്ങൾ കൂടുതൽ പറയണ്ട, നിങ്ങൾക്ക് നട്ടലില്ലല്ലോ, നിങ്ങളതുകൊണ്ടല്ലേ വൈഫിനെയും മക്കളെയും ഒന്നും കാണാൻ പോകാത്തത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഇത് ഉടനെ ലക്ഷ്മി ജിഷിനെതിരെ ആയി. ജിഷിനോട് ചോദിക്കുന്നത്, നിങ്ങളും ഡൈവോഴ്സല്ലേ, അതുകൊണ്ട് നിങ്ങൾക്കും വോയിസ് ഇല്ല അനീഷേട്ടനെതിരെ പറയാൻ എന്ന് പറയുന്നു. അപ്പം ജിഷിൻ പറഞ്ഞു, പാൽക്കുപ്പിയോട് ചോദിച്ചില്ലല്ലോ, പാൽക്കുപ്പി പോയി പണി നോക്കാൻ പറയുന്നു. അപ്പം ലക്ഷ്മി പറയുന്നത്, ഇയാളുടെ പണി ചപ്പാത്തി പരത്തുകയല്ലേ, അപ്പം ചപ്പാത്തി പരത്തുമെന്ന് പറയുന്നു. പിന്നെ അനീഷ് ഒന്നും മിണ്ടില്ല. അനീഷിന് സന്തോഷമായി, അവരൊക്കെ തമ്മിലൊരു അടിയായി. അനീഷ് ഒന്നും അറിയാത്ത പോലെ കൈയും പുറകെ കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.